ഒരു മാറ്റവും പറയാത്ത അൻവർ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയത്? ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എതിരിടാനാവാത്തൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അൻവറിനെ എങ്ങനെയും പുണരണം എന്ന നിലക്കുള്ള ആലോചനയിൽ നടക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് സാധ്യമാവുക? ഇത്ര ഗൗരവമായ നിലയ്ക്ക് നിങ്ങൾ വിമർശിച്ച, സ്ഥാനാർത്ഥിയെ വിമർശിച്ച, കോൺഗ്രസ് പാർട്ടിയെ ഭത്സിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന, മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് മുന്നണിയുടെ ഭാഗമായിട്ടൊരു പാർട്ടിയായിട്ട് കൊണ്ടുവരാൻ എങ്ങനെയാ തോന്നുന്നത്? അപ്പോൾ അടിയറവ് പറയലാണ്. അടിയറവ് പറയാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവുമെന്ന് കോൺഗ്രസ് ധരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് ഇതുപോലെ ഒരു ഗതികേട് സമീപകാലത്തൊന്നും കേരളത്തിൽ എത്തിയിട്ടില്ല. പിന്നെ പഴയ കാലത്ത് സ്വതന്ത്രമാരെ മത്സരിച്ച് കുറിച്ച് പറയുന്നതായിട്ട് എന്താ തോന്നുക? കേരളത്തിലെ സമീപകാല തെരഞ്ഞെടുപ്പിൽ എന്തോ UDF മുന്നേറിയെന്നല്ലേ? എന്ത് മുന്നേറ്റം? എവിടെയെങ്കിലും LDFന്റെ സീറ്റുകൾ പിടിച്ചോ? അത് വലിയ മേന്മയായിട്ട് പറഞ്ഞു നടക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തൊരു ഗവൺമെൻറ്റാണ് LDFന്റെ ഗവൺമെൻറ്. ആ സമയത്ത് സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് LDFന് സാധിച്ചു എന്നുള്ളത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. അൻവറെ കെട്ടിപ്പുണരാതെ നിൽക്കാനാവില്ല എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒടുവിലത്തെ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.